ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 32 സെൻറ്റിമീറ്ററാണ്. ഈ സമചതുരത്തിൻ്റെ വശങ്ങളുടെ അതേ നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് എന്ത്? നമുക്കിവിടെ ഒരു സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഇതാണ്. അതിൻ്റെ പരപ്പളവിനെ എ കൊണ്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ എ എന്ന് സൂചിപ്പിച്ചാൽ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം 3√3/2 a² ആണ്. ഇവിടെ ഈ സ്മോൾ എ സൂചിപ്പിക്കുന്നത് ഒരു വശത്തിൻ്റെ നീളമാണ്. അപ്പോൾ സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം 3√3/2 a². ഇതിലെ എ ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടിയാൽ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിച്ച് പരപ്പളവ് കണ്ടുപിടിക്കാം. ഇനി ഒരു വശത്തിൻ്റെ നീളം കാണാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആദ്യം നൽകിയിരിക്കുന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അതേ നീളം തന്നെയാണ് ഈ സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിച്ചാൽ അതുപയോഗിച്ച് നമുക്ക് സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടും. അപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കാണാനായിട്ട് സമചതുരത്തിൻ്റെ ചുറ്റളവ് നൽകിയിട്ടുണ്ട്. ചുറ്റളവ് 32 സെൻറ്റിമീറ്റർ എന്നാണ് നൽകിയിരിക്കുന്നത്. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എ ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 4a ആണ്. ഒരു വശത്തിൻ്റെ നീളത്തിനെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4a = 32 എന്ന് കിട്ടും. അല്ലെങ്കിൽ a = 32/4 = 8. അതായത് സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണ്. ഇത് തന്നെയാണ് സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളവും. അതുകൊണ്ട് സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കാണാനായിട്ട് നമുക്ക് ഇതിൽ എയ്ക്ക് പകരം 8 കൊടുത്താൽ മതി. അപ്പോൾ 3√3/2 ഗുണം 8ൻ്റെ സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ 64 ആണല്ലോ. അതായത് 3√3/2 ഗുണം 64 എന്ന് വരും. 64 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 32. ഈ 32 3 ഗുണിക്കുക. 32 × 3 96. അപ്പോൾ 96√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് പരപ്പളവ് കിട്ടും. അപ്പോൾ സമഷഡ്ഭുജത്തിൻ്റെ ഏരിയ 96√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ശരി ഉത്തരം ഓപ്ഷൻ എ. 35 × 2 ന്യൂനം 47 + 10 ന്യൂനം 13 × 3 + 12 ഭാഗം 2ൻ്റെ വില എന്ത്? ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്രിയകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ ഗുണനം രണ്ടിടത്തുണ്ട്, അതുപോലെ ഒരു ഹരണവും ഉണ്ട്. ഈ ക്രിയകൾ ആദ്യം ചെയ്യണം. 35 × 2 70. അതുപോലെ 13 × 3 39 ആണ്. 12 ഭാഗം 2 6. 12 2 കൊണ്ട് ഹരിച്ചാൽ 6. അപ്പോൾ ഇത് 70 - 47 + 10, അടുത്ത മൈനസ് സിമ്പിളാണ്, -39 + 6 എന്ന് വരും. ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പം ഇതിലെ കൂട്ടേണ്ട സംഖ്യകൾ 70 10 6 ഇത്ര ഒന്നിച്ച് കൂട്ടുക. 70 10 80 6 86. ഇനി കുറയ്ക്കേണ്ട സംഖ്യകൾ ഏതൊക്കെയാണ്? -47 ഉണ്ട്, അതുപോലെ 39 ഉണ്ട്. ഇത് രണ്ടും കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ 47 39 കൂടെ കൂട്ടിയാൽ അതും 86 വരും. ആ 86 നമുക്ക് ഒന്നിച്ചങ്ങ് കുറച്ചാൽ മതി. 86ൽ നിന്ന് 86 കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ ഉത്തരം 0 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരാൾ ഒരു തുക 10% പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം അയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പലിശയായി 1600 രൂപ വന്നതായി അറിഞ്ഞു. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പലിശയായി എത്ര രൂപ കൂടി എത്തും? അപ്പോൾ ഇയാൾക്ക് ആദ്യ വർഷം പലിശയായി കിട്ടിയത് 1600 രൂപയാണ്. രണ്ടാം വർഷത്തെ പലിശയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 10% നിരക്കിൽ കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത്. അപ്പോൾ രണ്ടാം വർഷവും മുതലിന് 1600 രൂപ തന്നെ പലിശയായി കിട്ടും. കൂടാതെ ആദ്യ വർഷത്തെ പലിശയായ 1600നും അതിൻ്റെ 10% പലിശയായി കിട്ടും. ഓർക്കുക, കൂട്ടുപലിശ രീതിയിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. രണ്ടാം വർഷം ആദ്യ വർഷത്തെ പലിശയ്ക്ക് കൂടി പലിശ കിട്ടും. അപ്പോൾ ആദ്യ വർഷത്തെ പലിശയായ 1600ൻ്റെ 10% കൂടി പലിശയായിട്ട് രണ്ടാം വർഷം കിട്ടും. 1600ൻ്റെ 10% എന്ന് പറയുമ്പോൾ അതിൻ്റെ 10ൽ1 ഭാഗമാണ്, അതായത് 160 രൂപ. അപ്പോൾ രണ്ടാം വർഷത്തെ പലിശ 1600 + 160 ആണ്, അതായത് 1760 രൂപയാണ് രണ്ടാം വർഷം പലിശയായി കിട്ടുക. ശരി ഉത്തരം ഓപ്ഷൻ ബി. വേണു തിരക്കിട്ട് സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സമീപത്ത് നിന്ന അനുജനോട് അയാൾ സമയം നോക്കാൻ ആവശ്യപ്പെട്ടു. കുസൃതിയായ അനുജൻ വേണു മുഖം നോക്കിയ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ നോക്കി പറഞ്ഞത് സമയം 8:15 എന്നായിരുന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ വേണു പിന്നിൽ ഭിത്തിയിൽ കണ്ട ക്ലോക്കിലേക്ക് നോക്കി. അപ്പോൾ അയാൾ കണ്ട യഥാർത്ഥ സമയം എന്തായിരുന്നു? അപ്പോൾ വളരെ ലെന്തിയായ ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ.
കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കണ്ട സമയം 8:15 എന്നാണ്. അതായത് പ്രതിബിംബത്തിലെ സമയം 8:15 ആണ്. അപ്പോൾ യഥാർത്ഥ സമയം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യഥാർത്ഥ സമയം കണ്ടുപിടിക്കുന്നതിന് 12 മണിക്കൂറിൽ നിന്നും പ്രതിബിംബത്തിൽ കണ്ട സമയം കുറച്ചാൽ മതി. 12 മണിക്കൂർ എന്നുള്ളത് കുറയ്ക്കാനുള്ള സൗകര്യത്തിനായിട്ട് നമുക്ക് 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് എഴുതാം. അപ്പോൾ 11 മണിക്കൂർ 60 മിനിറ്റിൽ നിന്നും 8 മണിക്കൂർ 15 മിനിറ്റ് കുറയ്ക്കുക. 11 നിന്ന് 8 കുറച്ചാൽ 3, 60 നിന്ന് 15 കുറച്ചാൽ 45. അപ്പോൾ യഥാർത്ഥ സമയം 3 മണി 45 മിനിറ്റാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. 12, 18, 24 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഇവിടെ നമുക്കൊരു ശ്രേണി നൽകിയിട്ടുണ്ട്. 12, 18, 24 എക്സെട്ര അങ്ങനെയാണ് അതിലെ പദങ്ങൾ പോകുന്നത്. നോക്കുക, 12നോട് 6 കൂട്ടിയാൽ 18 കിട്ടും. 18നോട് 6 കൂട്ടിയാൽ 24 ആവും. അതായത് ഈ തന്നിരിക്കുന്നത് പൊതുവ്യത്യാസം 6 ആയിട്ടുള്ള ഒരു സമാന്തര പ്രോഗ്രഷനാണ്. അപ്പോൾ ഈ സമാന്തര പ്രോഗ്രഷനിലെ ആദ്യത്തെ 20 പദങ്ങൾ A1, A2 അങ്ങനെ A20 എന്ന് എഴുതാം. ഈ പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങൾ, അത് A21, A22 അങ്ങനെ A40 വരെ 40-ാം പദം വരെയുള്ള ഈ പദങ്ങളുടെ തുകയും, അപ്പോൾ ഇതിലെ ആദ്യത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന പദങ്ങളുടെ തുകയും രണ്ടാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവർക്ക് ആ സമാന്തര പ്രോഗ്രഷനിലെ ഒരു പദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യ പദത്തോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. ആദ്യ പദത്തോട് 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 3-ാം പദമായി. അങ്ങനെ ആദ്യ പദത്തോട് 20 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 21-ാം പദം കിട്ടും. അവർക്ക് ആദ്യത്തെ പദത്തോട് 20 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 21-ാം പദം കിട്ടും. 20 തവണ പൊതുവ്യത്യാസത്തിനെ ഡി എന്ന് സൂചിപ്പിച്ചാൽ 20D കൂട്ടിയാൽ മതി. അതുപോലെ രണ്ടാം പദത്തോട് 20 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 22-ാം പദമായി. അവർക്ക് പൊതുവ്യത്യാസം 6 ആണ്. അപ്പോൾ 20 ഗുണം 6 സമം 120 വരും. അപ്പോൾ രണ്ടാം പദത്തോട് 120 കൂട്ടിയാൽ 22-ാം പദമായി. അങ്ങനെ 20-ാം പദത്തോട് 120 കൂട്ടിക്കഴിഞ്ഞാൽ 40-ാം പദം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 1-ാം പദവും 21-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 120 ആണ്. രണ്ടാം പദവും 22-ാം പദവും തമ്മിലുള്ള വ്യത്യാസം 120 ആണ്. അങ്ങനെ 20-ാം പദവും 40-ാം പദവും തമ്മിലുള്ള വ്യത്യാസവും 120 ആണ്. അപ്പോൾ ഇവയുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് ഈ പദങ്ങളുടെ വ്യത്യാസങ്ങളെല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. അതായത് 120, 120 അങ്ങനെ 20 തവണ 120 കൂട്ടിയെടുക്കണം. അതിന് എളുപ്പമാർഗ്ഗമായിട്ട് 120നെ 20 കൊണ്ട് ഗുണിച്ചാൽ മതി. 120 ഗുണം 20, 12 ഗുണം 2 24 ആണല്ലോ. അപ്പോൾ 24-ഉം 2 0 കൊടുക്കുക, 2400. അപ്പോൾ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 2400. ശരി ഉത്തരം ഓപ്ഷൻ സി.